വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ കർക്കിടക കഞ്ഞിക്കൂട്ട് പറഞ്ഞുതരാം. 1 ടീസ്പൂൺ ഉലുവ, കുറച്ച് നവരി അരി അല്ലെങ്കിൽ തവിട് കളയാത്ത ഉണങ്ങല്ലരി, കുറച്ച് ചെറുപയർ, ഈ മൂന്നും കൂടെ കൂട്ടിയിട്ട് നമുക്ക് അരക്കപ്പ് അളവിൽ മതിയാവും ഒരാൾക്ക് കഞ്ഞി വെക്കാനായിട്ട്. ഈ ചെറുപയറും ഉലുവയൊക്കെ അത് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നത് കുതിർന്ന് കിട്ടാൻ സഹായിക്കും. കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ്. ഓപ്പൺ വെസലിൽ വേവിക്കുന്നതാണ് നല്ലത് കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും. ഈ മൂന്നും കൂടി ഒരുമിച്ച് വേവിക്കുക. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ അഷ്ടചൂർണം ചേർത്ത് കൊടുക്കുക. അഷ്ടചൂർണം നമ്മുടെ ആയുർവേദ ഫാർമസികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മരുന്നാണ്. ചുക്ക്, കുരുമുളക്, തിപ്പലി, ഇന്ദുപ്പ്, അയമോദകം, ജീരകം, കരിഞ്ജീരകം, കായം, ഇത്രയും മരുന്നുകൾ ചേർത്ത് പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഔഷധ കൂട്ടാണ് അഷ്ടചൂർണം. നമ്മുടെ ഡൈജസ്റ്റീവ് പവറിനെ എൻഹാൻസ് ചെയ്യുകയും അതുപോലെ നമ്മുടെ അബ്സോർപ്ഷൻ, അതായത് ഭക്ഷണം കഴിച്ചിട്ട് ദഹിപ്പിച്ചിട്ട് ആഗിരണം ചെയ്യാനുള്ള നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റിയെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു മരുന്നാണ് അഷ്ടചൂർണം. ഇത് ചേർക്കുക. 1 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ട് വാങ്ങി വെച്ചിട്ട് കഴിക്കാൻ നേരം ചെറു ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിക്കാൻ നേരം നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് തേങ്ങാപ്പാലും ചേർക്കാം. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്. ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാലും ചേർക്കാം. എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും കഴിക്കാവുന്നതാണ്.